ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷുർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കാനെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ നമ്മുടെ ചെറിയ സന്തോഷങ്ങളാണ് നാളത്തെ നമ്മുടെ വലിയ ഓർമ്മകൾ. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന ഓരോ കുഞ്ഞു സന്തോഷങ്ങളെയും നമുക്ക് ആഘോഷിക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതല് പിന്നെ ഒരു മജ്ബൂസിന്റെ റെസിപ്പി ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കിയപ്പോൾ ജിതുമോന് വന്ന് കണ്ടു. ഓനെ ചപ്പാത്തി പരത്തണം. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് അങ്ങനെ ഒരു ചപ്പാത്തി പരത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പൂതി. അപ്പൊ ഞാൻ ഇവിടെ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങൾ കുരുമുളക് ഏലക്കായി പിന്നെ ശജീരകം പിന്നെ അങ്ങനെ ഗ്രാമ്പു പട്ട അതൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടായതിനു ശേഷം ഒലീവ് ഓയിലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ. മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അത് ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ചൂടായ ഒലീവ് ഓയിലിലേക്ക് സവാള 2 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കട്ടെ. ഞാൻ ഇപ്പോഴും അതും ചേർക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യമായത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഏലക്കായി പട്ട അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2-3 പീസ് പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് ഏലക്കായിട്ടാണ്. ഞാൻ ഈ കുക്കറിൽ വാട്ടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ അളവ് 12 ലിറ്റർ ആയതുകൊണ്ട് ഇതിൽ സ്റ്റവും വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കാണില്ല, വീഡിയോ കാണില്ല. അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ട്രൈപോഡുമ്മ വെച്ചാൽ എനിക്ക് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണ് ഇളകുന്നൊക്കെ കിട്ടും. ചെറുതായിട്ടൊക്കെ ഇളകുന്നുണ്ട്. ഞങ്ങൾ ചെയ്യണമെന്ന് അറിയില്ല. ഇതിലേക്ക് വേണ്ടത് ഏലക്കായാണ്. അതൊക്കെ ചേർത്തി കൊടുക്കുക. ഏലക്കായ ഇട്ട് കൊടുത്ത് ഇനി അപ്പോൾ ഒരു 8-9 ഏലക്കായ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തി കൊടുക്കുക. അടുത്തത് ഗ്രാമ്പ് കേട്ടോ, അതും ചേർത്തി കൊടുക്കുക. അത് എത്രയൊന്നുമില്ല കേട്ടോ, കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയൊന്നും കണക്കൊന്നും വെച്ചിട്ടില്ല, ഏകദേശം ഉണ്ട്. അപ്പോൾ പിന്നെ ഓരോ ഉണ്ടാക്കുന്നു കുക്കിങ്ങിലൊക്കെ ഒരു സുമാർ ഒരു അളവിലാണ് കേട്ടോ. എൻ്റെതായിട്ടുള്ള ഒരു അളവ് ഇല്ല. സ്പൂൺ ഇത്ര സ്പൂണൊന്നുമില്ല, എനിക്ക് എത്ര പാകച്ച അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇനി ബാക്കി ഇട്ടെടുക്കേണ്ടത് സജീരകം അത് ചേർത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതാക്കാൻ വിചാരിച്ചപ്പോൾ ആ ഒരു പാക്കറ്റ് ഒന്നായിട്ട് ഒക്കെ അയക്കാണ്ട് ചാടി. ഏതായാലും ഇനി അയിമക്ക് നോക്കണ്ടല്ലോ. ഓരോ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നന്നാക്കി മിക്സ് ചെയ്യട്ടെ. അപ്പം നന്നാക്കി മിക്സ് ചെയ്യുക. അടുത്തത് ചെറിയ ജീരകം, നല്ല ജീരകമൊക്കെ പറയുക, അത് ചേർത്തി കൊടുത്ത് ഇങ്ങോട്ട് തന്നെ നന്നാക്കി മിക്സ് ചെയ്യുക. പിന്നെയും കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊരു സ്പൂൺ ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം സജീരകവും നല്ല ജീരകമൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് എന്തൊക്കെ കുരുമുളക് ഇതൊക്കെ ഇട്ടെടുത്ത് ഇതാക്കി കൊടുക്കണം. അപ്പോൾ അടുത്തത് വെളുത്തുള്ളി കുരുമുളക് പൊടി, കുരുമുളക് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കി കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നന്നാക്കി ഉണ്ടാക്കുന്നത് വരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ വളട്ടൊക്കെ പറ്റാനൊക്കെ സാധ്യതയുണ്ട്. ഏതായാലും 2 ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നാക്കിയിട്ടൊന്ന് അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നന്നാക്കി കേക്കിയിട്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് മിക്സിന്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളക് അതൊക്കെ ചേർത്ത് അതൊക്കെ ആവശ്യമാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലേക്ക് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് കഴിയട്ടെ, അപ്പോഴൊക്കെ ഞാൻ ചേർക്കും. എല്ലാതും ഇതിനാവശ്യമുള്ളതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ മുളകിന്റെ ചീരമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ മതി കേട്ടോ. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആയാലും മതി. പക്ഷേ എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ചീരമുളക് ഉണ്ടായതുകൊണ്ട് ഇത് മതി. അപ്പൊ അതിന്റെ നെറ്റിൽ ഇതൊക്കെ കളയട്ടെ. എന്നിട്ട് കളഞ്ഞിട്ട് മിക്സിയിൽ കൊണ്ടിട്ട് നമുക്ക് നന്നാക്കിയിട്ട് ഇതാക്കി വരാം, അരച്ചിട്ട് വരട്ടോ. അങ്ങനെ അത് അരക്കലും കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച വെളുത്തുള്ളി ടൊമാറ്റോ പച്ചമുളക് ഇഞ്ചി ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. ഇനി നന്നാക്കി മിക്സ് ചെയ്യുക.
എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണോ, എനിക്ക് ഇങ്ങനത്തെ എന്താ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഉണ്ടാക്കുന്നതാട്ടോ രസം. അപ്പോഴാണ് നമുക്കൊരു ഇതുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ, ഒരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റ് എന്നൊക്കെ നമുക്കൊരു വെള്ളിയാഴ്ച എന്നൊക്കെ ഒരു തോന്നലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഉണ്ടാക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. കുട്ടികൾ ഉണ്ടാകൂല ഞായറാഴ്ച ആകുമ്പോ, അല്ലാത്ത ദിവസം ഉണ്ടാക്കും, പിന്നെ വന്നിട്ട് കൊടുക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുണ്ടാക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം. പിന്നെ ആ ചെറിയ എന്താണ് ബോട്ടിൽ നിങ്ങൾ കണ്ടത് മജ്ബൂസിന്റെ മസാല ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടോ. അത് അങ്ങനെ റെഡിയാക്കി വെച്ചതാണ്. അപ്പം ഇതിലേക്ക് പാകത്തിലുള്ള മജ്ബൂസിന്റെ മസാലയും ചേർത്തി കൊടുക്കുക. അതൊക്കെ ഒരു സ്പൂൺ അത്ര അതിട്ടോ, 1-2 സ്പൂൺ ചേർത്തി കൊടുത്തിട്ട് നന്നാക്കി എന്താണ് മിക്സ് ചെയ്യുക. അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുമ്പോൾ അങ്ങനെ ഓരോ ചെറുതായിട്ടൊക്കെ നല്ല മിക്സ് ചെയ്യാം. ഫ്രൈഡ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളങ്ങനെ എന്താണ് ഉണ്ടാക്കി വെക്കുക എന്നല്ലാതെ കഴിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ കഴിക്കാനും അപ്പൊ അത് ആ ഒരു ചിക്കൻ മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനോ, എന്താ ചിക്കൻ ക്യൂബാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ അടുത്ത പരിപാടി എന്താ, എന്തൊക്കെ പൊടികളാണ് ചേർക്കുന്നത്, കുറച്ച് ഏതൊക്കെ പൊടികൾ ചേർക്കേണ്ടത് കുട്ടികൾ ചേർക്കുന്നതാണ് കേട്ടോ. കുറച്ച് എന്താണ് മാഗിത്തെ എന്താണ് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കപ്സന്റെ മസാല കുറച്ച് ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ടുണ്ട്. ഏതാ വിഭവം ഞാൻ ഉണ്ടാക്കുന്നത് മജ്ബൂസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അങ്ങനെ നന്നാക്കി മിക്സ് ചെയ്യാം. അപ്പൊ കുട്ടികൾ ഞാൻ എന്തെടുക്കാൻ പോയത് എന്തൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്തോ അല്ലറ ചില്ലറ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കുറച്ച് മതി പറയുന്നുണ്ട്, എന്താണാവോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ ആ ചിക്കൻ ഇതാ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ മിന്നലോട് മദ്രസ വിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പൊ പക്ഷേ ഈ എന്താണ് ഇത് ഇങ്ങനെ കഷ്ണാക്കി മുറിച്ചത് എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നാക്കി കഴുകി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് എങ്ങനെ വെട്ടാൻ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു പാത്രത്തെ എത്തിയിട്ടുണ്ട്, അത് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. അപ്പൊ ഞാനത് സാധാ ഒരു കറിക്കാക്കിയാണ് അത് വെട്ടി തന്നത് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ മജ്ബൂസിന്റെ അത് റെഡി ചെയ്യാൻ മതി കേട്ടോ. അപ്പൊ വെട്ടനും ഇതൊക്കെ ആക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അത് അതിലേക്ക് പിന്നെ എന്തൊക്കെ മസാലകളൊക്കെ ചേർത്തി കൊടുത്തത്. അടുത്തത് ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ അത് ഞാൻ എന്താണ് എന്തൊക്കെ എടുക്കാൻ പോണിന്റെ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കണ്ട പറഞ്ഞിട്ട് അവർ കേട്ടില്ല കേട്ടോ. കുട്ടികൾ എടുത്തതാണ്. അങ്ങനെ ഞാൻ അവള് പോയപ്പോ മദ്രസക്ക് പോയപ്പോ തന്നെ കുറച്ച് സാധനങ്ങൾ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് സാധനം എന്തെന്ന് വാങ്ങണം, ഇപ്പൊ സൺഡേ ലേങ്ങളൊക്കെ വീട്ടിലുണ്ടല്ലോ പറഞ്ഞാണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഇല്ലാതെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഇതുമില്ല. അപ്പൊ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടില്ല. കുറച്ച് നമ്മളെ ഇതിലായിട്ടുള്ള ഐഡിയ വെച്ചിട്ടൊക്കെ എന്താണ് മസാലകൾ ചേർത്തിട്ടുണ്ട്. കുറച്ച് പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ചെറുതായിട്ടൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നാക്കിയൊക്കെ മിക്സ് ചെയ്തിട്ട് പാകത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നെ നാരങ്ങ ദിവസം ചെറുതായിട്ട് ചരണ്ടി ഇടണം കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് എന്താ വെച്ചാല് മിക്സിന്റെ ജാർ ഒന്ന് കഴുകി ഒഴിച്ചതാണ് കേട്ടോ. കുറച്ച് നേരത്തെ നമ്മള് എന്താണ് വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ, അത് അതിന്റെ ഒരു വെള്ളം അത് ഞാൻ കഴുകി ഒഴിച്ചു കൊടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പറ്റൂല വിചാരിച്ച് ഒന്ന് ഇതായി ചൂടായിക്കൊന്നും വരട്ടെ, അപ്പൊ റെഡിയാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടോ. ഇതാ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം എനിക്ക് ആവശ്യമാണ്. അപ്പൊ അതും ചേർത്ത് കൊടുത്തിട്ട് ഇനി എന്താ ഇത് നമുക്ക് ഇനി ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് ഇത് കുക്കർ അടച്ചു വെക്കട്ടെ. അപ്പൊ ഇനി അതവിടെ കടന്നിട്ട് കുക്കായിക്കോളും. ഇനി അടുത്ത പണി എന്താണ്, ഇതാ നാരങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് ഇതിന്റെ മുമ്പ് തന്നെ വെള്ളം ഒഴിച്ചെടുക്കുന്നതിന്റെ മുമ്പ് ചേർക്കണ്ടായിരുന്നു. അത് മറന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് ചെറുതായിട്ട് 2-3 ഇതൊക്കെ ലൈനൊക്കെ വരച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ക്യാപ്സിക്കം അടുത്തത്. അപ്പൊ അത് ഒരു 2-3 കഷ്ണാക്കിയിട്ട് നമുക്ക് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അവസാനമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അവസാനമായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അത് നല്ലേ അപ്പോൾ അത് കുക്കറൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ കടന്നിട്ട് കുക്കാവട്ടെ. ഇനി ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്കത് ഓഫ് ആക്കിയിട്ട് വെക്കുക. അപ്പൊ അതാ അടുത്തത് ഞാൻ ബസ്മതി അരി ഇതൊക്കെ അവളോട് തന്നെ ഞാൻ കൊണ്ടിരിപ്പിച്ചത്. അവൾക്ക് തന്നെ 6 മണിക്ക് മദ്രസ തുടങ്ങുന്നത് കൊണ്ട് തന്നെ 8 സൺഡേ ആയതുകൊണ്ട് തന്നെ 8 മണിക്കൊന്നും എത്തൂല കേട്ടോ. അപ്പൊ 8 മണിക്കൊന്നും വിടുള്ളൂ. സാധാരണ 6 മണി തൊട്ട് 7:45 വരെ കേട്ടോ എന്താണ് മദ്രസയുള്ളത്. അപ്പൊ അതിന് കുറച്ച് വൈകി ഇവിടെ എത്തുമ്പോഴേക്ക് 8:15 ആകും. പക്ഷെ അങ്ങനെ അവള് പോകുന്നത് കൊണ്ട് വേഗം സാധനമൊക്കെ വേഗം റെഡി ആയി കിട്ടും. അങ്ങനെ ഇതാ നമ്മളെ ചിക്കന് ഒരു വിസിലൊക്കെ
അടിച്ച് ഞാൻ എന്താ കുക്കറൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് ഇത് കോരി എടുക്കട്ടെ. ഇത് കോരി എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴേക്ക് ഇതിലേക്ക് അരി ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വെച്ചതാട്ടോ നിങ്ങൾ കണ്ടത്. എപ്പോഴോ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സാധനം കുറച്ചുകൂടി സാധനം കിട്ടാണ്ടായിരുന്നു കേട്ടോ. 4 ഗ്ലാസ് വെള്ളം. അപ്പൊ ഞാൻ അരിയിട്ട് വേവിക്കണല്ലോ, അതിന് വേണ്ടി ഞാൻ ഈ കുക്കറിലത്തെ എന്താണ് ചിക്കൻ വേവിച്ച വെള്ളം ഒരു ജഗ്ഗിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അളന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു 4 ഗ്ലാസ് വെള്ളം ഉണ്ടോ. അപ്പൊ ഞാൻ 1 കിലോ ബസ്മതി അരിയാണ് വാങ്ങിയത്. അപ്പൊ ഇത് എന്താണ് ഏതപ്പോ ബസ്മതി അരി ഇപ്പൊ വെള്ളയല്ലേ, ഒരു മഞ്ഞ കളറിൽ എടുക്കുക എങ്ങനെ പറയുന്ന അറിയില്ല. അങ്ങനെ വെളുത്ത ബസ്മതി അരി അല്ലേ ഏതായാലും അതാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ ഞാൻ അതിക്ക് 1 കിലോ ബസ്മതി അരി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ് ചിക്കൻ വേവിച്ച വെള്ളം 4 ഗ്ലാസ്. അപ്പൊ അതിലേക്ക് ഒരു 4 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ അളവ് എടുത്തുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാ കഴുകി വെച്ച അരി ഇതാ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇനി കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ടാവും അരി. അപ്പൊ ഞാനിതാ കൊട്ടക്കൈ എടുത്തുകൊണ്ട് ഇങ്ങനെ വെള്ളം വേർത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നാരങ്ങയൊക്കെ പൈകിനെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി എന്താ വെച്ചാൽ ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കി എടുക്കട്ടെ. ഇനി ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പൊ ഇതിലേക്ക് കുട്ടികൾ ഇതങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് വെളുത്ത ഒരു കളി മാറിയിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ അത് മാത്രം തന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് മാത്രം മതി. ഇനി എന്തല്ലത് കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് കറിവേപ്പില, മല്ലിയില ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ബ്രസ്റ്റിനൊക്കെ വെക്കട്ടെ. അപ്പൊ ഞാനതൊന്നും വെക്കുന്നില്ല. ചിക്കന് പിന്നെ ചെറുതായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. അല്ല ചിക്കൻ വെന്തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പൊരിക്കാനും നിന്നില്ല കേട്ടോ. ആദ്യം തന്നെ പൊരിച്ച് വെച്ചാൽ കുട്ടികൾ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഇത് നമ്മൾക്ക് ചോദിച്ചൊന്നും പിന്നെ പാകത്തിന് കിട്ടൂല കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു വളവൊന്നും ശരിയാകൂല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചെടുത്ത് ചൂടായ ഒലിവ് ഓയിലിലേക്ക് ഞാൻ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നന്നാക്കി ഇനി പറയേണ്ടത് ഇത് നമ്മൾ മസാലയൊക്കെ പേസ്റ്റ് പിടിപ്പിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മല്ലിയിലൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് മൊരിച്ചെടുക്കട്ടോ. മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതപ്പോഴാണ് ഞാൻ വീഡിയോയിൽ കാണാൻ ഏതായാലും ഞാൻ മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മല്ലിയില. ഇനി ഇത് കട്ട് ചെയ്തിട്ടോ. ഇത് നന്നാക്കി കേൾക്കിയതാണ്. അപ്പോൾ ഇനി കേൾക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മല്ലിയിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നാക്കിയതാണ്ട് ഇതാകുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ ആദ്യം ചിക്കൻ പൊരിച്ചുകാണ്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. പിന്നെ അതിൽ അരി ഇട്ട് കൊടുത്താലും മതില്ല വെള്ളത്തിൽ. പിന്നെ ഉടഞ്ഞ് കിട്ടുന്നില്ല. പൊരിക്കാതെ ഉണ്ടാക്കിയാൽ പിന്നെ അത് ഓടിയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുപോലെ അരി ഇട്ട് കൊടുത്താൽ കേട്ടോ. മറന്നുകാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും അതിന് കോരിക്കാതെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മള് പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി കുറച്ചുകൂടി റെഡി ആവാൻ പുളി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ ബെഡ്ഷീറ്റ് ഇതൊക്കെ അലങ്കോലാണ് കേട്ടോ. ഇവനാണെങ്കിൽ കുറുമ്പും കാട്ടി കുത്തിർക്കുന്നുണ്ട്. വന്നപ്പോഴേക്ക് ഒന്ന് ചിക്കൻ ഇങ്ങനെ പറയട്ടോ. അത് കിട്ടാത്തതിൻ്റെ ഇത്. അപ്പൊ അത് കുറച്ചുകൂടി ഒരു 10 മിനിറ്റിന്റെ ഒരു പരിപാടി കൂടി അവിടെ ഉണ്ട്. ഏതായാലും അത് ഒന്ന് ഇതാക്കിയെടുക്കണം. അപ്പൊ അത് ഓഫാക്കിയാണ്ട് ഞാൻ പോയിട്ട് ഒരു വിസിൽ അടിച്ചതിന് ശേഷം പൊയിഞ്ഞ് ബാക്കി അതൊരു ദമ്മിലിട്ടെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ആക്കണം അവിടെ ഇട്ടോ. നമ്മളുടെ ചോറ് അങ്ങനെ നല്ല റെഡി ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നന്നാക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ചിക്കൻ വേവിച്ച് ഒരു വിസിലടിച്ച് അയക്കൊക്കെ പോയി തുറന്നപ്പോഴൊക്കെ തന്നെ വിരുമ്പം മണ്ണയുടെ ബിരിയാണി ഹൈക്കണാണ് കേട്ടോ. അങ്ങനെ പറയാം. ചിലപ്പോൾ കറുത്താന്നൊക്കെ പറയട്ടെ. അത് അയക്കണാണ് ഓരോ വേഗം എളുപ്പം കിട്ടും അതിന്റെ സൂചനകളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മുന്തിരി ഇവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മുന്തിരി വറുത്ത് വെച്ചത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മതി. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ അതൊന്നും ചേർത്തി കൊടുക്കാന്ന് മാത്രം. അതിന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിന്റെ മുളക്കൂടിയൊക്കെ നല്ല വെച്ച് കൊടുക്കണം. അപ്പൊ നമുക്ക് വെച്ചെടുക്കല്ലേ. എന്നിട്ടിത് ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ദമ്മിടണം. ഇതുപോലെ പുളി ഒന്ന് വേഗം തന്നെ കഴിഞ്ഞിട്ട് ഉമ്മ നേരത്തെ തന്നെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു പണിയിൽ ഇട്ട പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് എടുക്കുന്നതൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഫ്രൈ ആക്കി ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടെടുത്തു. അപ്പൊ കുറച്ച് സമയം ബാക്കി ഉണ്ടായ ഇടയിൽ 10 മിനിറ്റ് കൊണ്ട് വെന്തിട്ടില്ല. പിന്നെ അത് ആവി ഇതല്ല കേട്ടോ. പറഞ്ഞത് കുക്കറിന്റെ ഒരു വിസിലിന് അരി കെട്ടെടുത്ത് ഒരു വിസിലിന് ശേഷം ഓഫാക്കി പോയതിന് പിന്നെ അതോളം നിൽക്കാനാവില്ല വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കൂടിയൊക്കെ
കഴിച്ചു. അങ്ങനെ മിന്നുകുട്ടി എല്ലാവരും പെട്ടെന്ന് കൂടി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളിതാ ഈ ഒരു ഇതിലേക്ക് കുറച്ച് എന്താ ക്യാപ്സിക്കം കട്ട് ചെയ്തത് കുറച്ച് ചേർത്തി കൊടുത്തിട്ടുണ്ട്, 3-4 പീസോടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് 2 മിനിറ്റ് ആയി നമ്മൾ ദമ്മിൽ വെച്ച്. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഒരു ചിക്കനൊക്കെ ഇത് കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കട്ടെ നമുക്ക്. ചിക്കൻ ആദ്യം തന്നെ എന്താണ് നമ്മള് അരി ഇടുന്നതിന്റെ മുമ്പ് തന്നെ ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തപ്പോ തന്നെ ഭയങ്കര ഉഗ്രം ടേസ്റ്റ് മീൻ കേട്ടോ ആ ചിക്കൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊന്ന് എന്താണ് ഫ്രൈ ആക്കി എടുത്തപ്പോഴും ഇതിലേറെ ടേസ്റ്റ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഇത് പറയല്ല, നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ വെറുതെ അല്ല, അറബി വിഭവത്തിന് എത്ര ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണ് അതിനെ കുറിച്ച് മനസ്സിലായത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഉണ്ടാക്കിയത് അതിന്റെ ഇത് ഞാൻ തന്നെ പറയല്ല, പക്ഷെ ഞാനങ്ങനെ പറയലില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പിന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ആ കേൾക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒരു പുളി ആവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരാൾക്ക് ഫുഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ടില്ലേ എന്നൊക്കെ ഒരു വേജാറൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്കിൽ ആരെങ്കിലും ഒക്കെ കേട്ട് പറയുമ്പോ പിന്നെ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് കഴിക്കാനാണെങ്കിൽ ഇന്ന് ഓക്കെ, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വേറെല്ലാവർക്ക് കൊടുക്കുമ്പോഴേ ചെറുതായിട്ടൊക്കെ ഒരു ഉള്ളിലൊക്കെ ഒരു ഭയം ആകും. എന്നാലും അങ്ങനെ ഒരു ഇതിലായിട്ട് എന്താണ് അങ്ങനെ കുറ്റങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കാസറോൾക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താണ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയില ക്യാപ്സിക്കം ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുട്ടികളാണെങ്കിൽ ഇതിൽ കാത്തിരിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് സാധാരണ ഫുഡൊക്കെ കഴിക്കുമ്പോ ഉണ്ടല്ലോ എന്താണ് വയറ് വേഗം അറിയില്ല. ഇതിങ്ങനെ എത്രയായാലും ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാനേ തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് എന്താണ് ടൊമാറ്റോ സോസ്. അപ്പൊ വേറെ ഒന്നും ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. അപ്പൊ ആ ടൊമാറ്റോ സോസ് പിന്നെ വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പൊ ഇതുപോലാണെങ്കിൽ എന്താ ഉറപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ഉഷാറില്ല കേട്ടോ. അതുപോലെ സമയത്തിന് കിട്ടിയിട്ടില്ല. ഒന്നാമത് ഒരു 10 മിനിറ്റിനും കൂടി ഒരു കാത്തിരിക്കാണ്ടായിന്. അങ്ങനെയൊക്കെയാണ് കഥകൾ. അത് അടുത്തത് വൈകുന്നേരം ആയിട്ടോ. രാത്രി ഇന്ന് അവന് എന്താ സ്റ്റേറ്റ് എടുത്ത് എന്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ വായിപ്പിക്കാനുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില ദിവസം അവനെ വായിക്കാൻ തന്നെ കിട്ടില്ല. എന്താ ബെഡ്ഷീറ്റൊക്കെ അലങ്കോലാക്കിയിട്ട് രാത്രി ഞാനിത് റെഡിയാക്കിയിട്ട് അപ്പൊ ഈ റൂമില് ലേറ്റ് കുറവായതുകൊണ്ടൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നേരത്തെ കണ്ടല്ല ബെഡ്ഷീറ്റ് അലങ്കോലാക്കിട്ടത്. അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണാവോ ഞാൻ എത്ര നല്ല വീഡിയോ ഇട്ടാലും വ്യൂസ് കുറവാണ്, പിന്നെ സബ്സ്ക്രൈബും ഇല്ല, ലൈക്കും ഇല്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. ചാനൽ നിർത്തിപ്പോണ്ടെടുത്ത് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു.